അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ അരി ചൂടായിരിക്കണം. അതിനുശേഷം നമ്മൾ അതിലേക്ക് 2 ഗ്ലാസ് പാലിടണം. അതിനുശേഷം 5 മിനിറ്റ് കഴിയുമ്പോൾ ഇത് അരി ഇടണം. അതിനുശേഷം 6 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ പഞ്ചസാര ചേർത്ത് ഉപ്പും ചേർത്ത് ഇടണം. അതിനുശേഷം നമ്മൾ സവാള 6 മിനിറ്റ് കഴിയുമ്പോൾ ഇടണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അതേ ഇത് തന്നെയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോവുകയാണ്. അത് അതിൻ്റെ ഇത് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അതെ, ഇപ്പോൾ നോക്കിയാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു ഗ്ലാസ് ഉപ്പാണ് കേട്ടോ. സവാള എല്ലാം ചേർത്തു. ഞാനിപ്പോൾ സവാളൻ്റെ കൂടെ ഉപ്പാണ് കണ്ട. ഓക്കെ, അതിനെക്കാട്ടിലുള്ള എൻ്റെ ഒരു ഇതാണ് ഞാൻ വീഡിയോ എടുക്കുകയാണ്. നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ പറയും, ഞാൻ ചെയ്തെടുക്കല്ലോ. ഞാനിപ്പോൾ ചെയ്തെടുക്കുകയാണ്. ഒരു ഗ്ലാസ് ഉപ്പ്. ഇപ്പം നമ്മളിനി ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ പാത്രത്തിലേക്ക് നമ്മളിപ്പോൾ ഈ പാത്രത്തിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ പാത്രത്തിലേക്കാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതൊക്കെ നല്ലപോലെ ഉണ്ട്. നമ്മളിപ്പോൾ കഴിക്കാൻ പോകുന്നില്ല, സവാള നമുക്ക് ഏരിക്കും, അതുകൊണ്ട് കഴിക്കാൻ പോകുന്നില്ല. ഞാനിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. സവാള നല്ലോണം റെഡി ആയിട്ട് വന്നിട്ട് കേട്ടോ. ഇനി അതിലേക്ക് ഉപ്പിച്ചിരി സവാളൻ്റെ കൂടെ ഒത്തിരി ടൈമൊന്ന് ചേർത്ത് കൊടുത്തോണ്ടേയിരിക്കണം. നമ്മളിപ്പോൾ കൂടുതൽ ഉപ്പാവണം കേട്ടോ. ഞാൻ നല്ലോണം ഇളക്കി എടുക്കണം. എന്നെയൊന്ന് ടേസ്റ്റ് നോക്കാം. അയ്യോ, ഒട്ടും ടേസ്റ്റില്ല കേട്ടോ. ടേസ്റ്റ് ഇച്ചിരി പക്ഷേ അതുകൊണ്ടാണ് ഞാൻ ചെയ്തിരിക്കുകയാണ്. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.